വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഒന്ന് നിർത്തിയടാ. അതേ, ഞാനും ആ ജംഗ്ഷൻ വരെ ഉണ്ട്. കാലത്ത് എന്താടാ പരിപാടി? ജോലിക്ക് പോവുക? ഇല്ലടാ, ജോലി കുറവാണല്ലേടാ. ജോലി കുറവൊന്നുമില്ല, ജോലിയുണ്ട്. ആ സൈബറിനെ കൂടെയാടാ പോണത്. പക്ഷെ ഞാനൊന്നും പോലടാ. അതെന്താടാ ഒരു ഉടക്കുമൈൻഡ്? എടാ, അയാൾക്ക് വേണ്ടത് ജോലിക്കാരെയല്ല, അടിമകളെയാണ്. അടിമകളാ. ഹോ, ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കൂല. റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ? എടാ ജോബേ, പണിയെടുത്ത് തളരുമ്പോ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് വേണ്ടേ? ഇതതിന് സമ്മതിക്കണ്ടേ അവൻ? 8 മണിക്ക് പണിക്ക് കയറണം, 1 മണിയാകുമ്പോൾ ബ്രേക്ക്, പിന്നെ 2 മണിയാകുമ്പോൾ വീണ്ടും തുടങ്ങണം, പിന്നെ 5 മണി വരെ. മനുഷ്യനടാ, ചത്തുപോകൂലേ? നിങ്ങളുടെ ജോലി എന്തുതന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23 ഇത് ആരെ കൊണ്ട് പറ്റും? ഞാൻ പറഞ്ഞ പോലെ പണി നോക്കാൻ. ഇത്രയും വർക്ക്ഷൈറ്റിൽ പണിയുള്ള സേവറിന് ഇനി എന്ത് പണി നോക്കാൻ? പണി നോക്കാനെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാനും കൂടി പോകുന്നു. അല്ല, നിനക്ക് പരിപാടി ഒന്നുമില്ലേ? 1-2 പരിപാടികളുണ്ട്. നീ കയറിയേ, വാ നമുക്ക് പോവാം. എടാ, ഹെൽമെറ്റ് പ്രശ്നമാവില്ല. ഈ ജംഗ്ഷൻ വരെ അല്ലേ? നിനക്കൊക്കെ എന്ത് നോക്കാൻ? എന്താടാ ഇങ്ങനെ ഇടനിലക്കാരായിട്ട് നിന്ന് 2 സംസാരം സംസാരിച്ചാൽ മതിയല്ല. അത്യാവശ്യം നല്ല കാശ് കൈ പോരില്ലേ, അതും ദേഹവനങ്ങാതെ. ഇങ്ങനെ പറയുമ്പോ എളുപ്പമാ, അതിന് ഇറങ്ങുമ്പോഴേ അതിന്റെ പൊല്ലാപ്പുകൾ അറിയൂ. അത് പറഞ്ഞപ്പോഴാ നിന്റെ അറിവിൽ വല്ല ആഞ്ഞില് കൊടുക്കാനുണ്ട്? ആഞ്ഞിലിയാ? മരോ? പിന്നെ മരോ അല്ലാതെ ഇരുമ്പോ? എനിക്കറിയില്ല. ഈ വക പരിപാടിയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ആർക്കാണ് ആഞ്ഞിലി മരം? എടാ, ആ ക്ലെമന്റ് ഏട്ടന്റെ മകൻ പുതിയ വീട് പണിതില്ലേ? അതെ, 1-2 ആഴ്ച ഞാനവിടെ പണിതാണല്ലോ. അല്ല, വീട് പണി കഴിഞ്ഞ് വീട്ടിൽ ഇനി എന്തിനാണ് ആഞ്ഞിലി മരം? അവർക്ക് ഫർണിച്ചറുകൾ പണിയാനാ. അതിന് ആഞ്ഞിലി മരം? ആഞ്ഞിലി മരം വേണോ തേക്ക് വേണോ എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരാവശ്യപ്പെടുന്നത് കൊടുക്കുക, അതാണ് നമ്മുടെ പരിപാടി. എല്ലാം കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടില്ലടാ. അത് ശരിയാണ്. ആ ക്ലെമന്റ് ഏട്ടന് ആഞ്ഞിലി മരം തന്നെ വേണം. ഞാനത് കൊടുക്കാമെന്നും പറഞ്ഞു. 1-2 പേരുടെ അടുത്ത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതാ ഞാൻ നിന്നോടും ചോദിച്ചത്. എൻ്റെ അറിവിലൊന്നുമില്ലടാ. അങ്കമാലിലൊരിടത്ത് ആഞ്ഞിലി ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ അങ്ങോട്ട് ബസ്സിന് പോകാമെന്ന് കരുതിയിട്ടാ. എടാ, നിന്റെ ഫോൺ നമ്പർ തന്നെ. ഇതിന് വിട്ടാണെങ്കിൽ നിനക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടട്ടാ. നമ്പർ പിടിച്ചോ, 9388845321. നീ ഒരു മിസ് കോളിങ് അടിച്ചിരി. എടാ, എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണേ, 2 ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ. എങ്കിലും ഓക്കേടാ. ശരിടാ. ശരി എന്നാ. ഓക്കെ എന്നാ.
മനസ്സിലായി. എന്തോ പണിക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞോന്നാ? അല്ലെങ്കിൽ നീ എന്നെ കൊല്ലുവോ? അല്ലെങ്കിൽ തന്നെ ആര് പറഞ്ഞത് നിൻ്റെ പണിക്ക്? എടാ സൈവറേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പണിക്കാരേ കോൺട്രാക്ടറായ നിൻ്റെ അടിമകളല്ല. മനുഷ്യനൊരു 5 മിനിറ്റ് പോലും റെസ്റ്റ് തരാത്ത നീ. ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. ഇനി മേലെ എന്നെ പണിക്ക് വിളിക്കാൻ നിൽക്കരുത്. നീ ഫോൺ വെച്ചേ. അല്ല പിന്നെ എന്താണത് കാലത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ, അതും ഈ പൊതുസ്ഥലത്ത് വെച്ച്? ഇതാ സൈവറാണ്, കോൺട്രാക്ടറേ പണിക്ക് വിളിക്കുകയാണ്. പണിക്ക് വിളിക്കുന്ന ആളെ ചീത്ത വിളിക്കുന്ന? ഇവിടെ ഓരോരുത്തർ ഒരു തെച്ച് പണി അന്വേഷിച്ച് നടക്കാം. എടാ ഇത് പണിയെടുക്കാനല്ല, പണിയെടുപ്പിച്ചിട്ട് മനുഷ്യനെ നടുവെടുപ്പിച്ചിട്ട് കൊല്ലാൻ വിളിക്കുന്ന അറിയോ? നിങ്ങളുടെ പണിയെന്ന് പറയുമ്പോഴേ നല്ല അധ്വാനമുള്ള പണിയല്ലടാ. അപ്പോൾ ബുദ്ധിമുട്ടാതെ പറ്റുമോ? ദേഹം അനങ്ങാതെ പണിയെടുക്കണമെങ്കിലേ എന്നെയൊക്കെ പോലുള്ളവർ ചെയ്യുന്ന ജോലിയായിരിക്കണം. ബുദ്ധിയും ക്ഷമയൊക്കെ വേണം. ഓ, അപ്പോ എന്നെ പോലെ പണിയെടുക്കുന്നവര് ബുദ്ധിയില്ലാത്തവരാണെന്നാണോ നീ പറയണത്? എല്ലാവരും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരുടെയും കാര്യം വിട്, എന്നെയാണ് ഉദ്ദേശിച്ചത്. അത് പറയും. നിന്റെയൊക്കെ ബുദ്ധി ഉണ്ടെങ്കിലേ ഈ ഇന്ത്യ തന്നെ വെക്കാൻ പറ്റും. ഉവ്വ ഉവ്വ ഉവ്വ. കാലത്തെ എന്ത് വിൽക്കാൻ വേണ്ടിയാണ് നീ ഇറങ്ങിയേക്കണത്? കേരളം വിൽക്കാനാണാ? കളിയാക്കണ്ട, വിൽക്കാൻ തന്നെയാണ്. അത് കേരളമല്ല, ഒരു ആഞ്ഞിലിയാ. ആഞ്ഞിലിയാ? ആ ആഞ്ഞിലി. ആ ജോബേ ഒരു പാർട്ടിക്ക് ഒരു ആഞ്ഞിലി വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഏത് പാർട്ടിക്കാന്ന് പറഞ്ഞില്ല. പാർട്ടിയെ പറഞ്ഞാ നീ അങ്ങേർക്ക് നേരിട്ട് കൊടുത്താ അവന്റെ കമ്മീഷൻ പോവില്ല. കച്ചവടത്തിൽ നീതി കാണിക്കുന്നവര് അത് ചെയ്യില്ലേ. ഏത് ജോബാണ്? ആ വാട്ടർ അതോറിറ്റിയുടെ അടുത്തുള്ള ജോബാണോ? ആ അത് തന്നെ. എന്താ നീ കണ്ടായിരുന്ന അവനെ? ഞാനിന്ന് അവനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. പക്ഷേ ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ. ചിലപ്പോ അവന്റെ ഫോൺ വല്ല കംപ്ലൈന്റ് ആയിരിക്കൂടാ. അതാ ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോണത്. ആഞ്ഞിലി നമ്മുടെ കൃഷ്ണൻകുട്ടിയുടേതാണ്. അവനത് വിൽക്കാൻ തുടൽ പിടിച്ച് നിൽക്കുക. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 8-ാം അധ്യായം 19-ാം വാക്യം. ആളെ മനസ്സിലായില്ലേ നിനക്ക്? പിന്നെ നമ്മുടെ രാജുവിന്റെ ചേട്ടനല്ലേ? ചേട്ടനോ? ഞാൻ കൃഷ്ണൻകുട്ടി അനീനാന്ന് വിചാരിച്ചിരിക്കുക. ഏടാ ഒരു ഇരട്ടകളാടാ. ആഹാ, ഈ രാജുവിന്റെ വീട് ഞങ്ങളല്ലേ പണിതത്. ആണോ? എങ്കിൽ ഞാൻ ചെല്ലട്ടാ, അവൻ ചിലപ്പോൾ വീട്ടിൽ കാണുമായിരിക്കും. ആ ശരിടാ, ചിലപ്പോൾ അവൻ വീട്ടിലുണ്ടാവും. ആ ശരി എന്നാ. ഓക്കെ എന്നാ. ആളെ കളിയാക്കുന്നല്ലേ? എനിക്ക് ബുദ്ധിയുണ്ടോന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ത്യന്ന് ഞാൻ വിൽക്കൂല, പക്ഷേ ഈ ആഞ്ഞിലി ഞാൻ വിറ്റിരിക്കും. ആദ്യം ക്ലെമന്റിയേട്ടനെ കാണണോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടീനെ കാണണോ? വേണ്ട, കൃഷ്ണൻകുട്ടീനെ കണ്ടിട്ട് ക്ലെമന്റിയേട്ടനെ കാണാം. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. ഇവിടെ നിന്ന് അങ്ങോട്ട് കലിപ്പൊടി കൊഴിഞ്ഞെടുക്കണേ, നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. നടക്കാം. ആ ചേട്ടൻ വാ. ഇതിലെ കൂടെയൊക്കെ ടൂ വീലർ വന്നാലേ വണ്ടി എപ്പോൾ പാളിപ്പോയെന്ന് ചോദിച്ചാൽ മതി. സൂക്ഷിച്ചു. ചേട്ടന് മരം ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി. ഞാൻ കണ്ടതാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഞാൻ അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കും. പക്ഷേ മരം നല്ലതായിരിക്കണം.
വലിയ പൊക്കൊന്നുമില്ല, എന്നാലും ഉണ്ട്. പൊക്കത്തിലല്ല ആൻഡോ, മരം എപ്പോഴും വണ്ണുള്ളതാ നല്ലത്. അങ്ങനെ നോക്കിയാ ഇത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന മരം തന്നെ. നിനക്കിങ്ങനെ ഈ ഇടപാടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നീ കൽപ്പണി അങ്ങനെ ഏതാണ്ടൊക്കെയല്ലേ? അതെ അതെ, നമുക്കങ്ങനെ ഇന്ന പണിയെ ചെയ്യുന്നൊന്നും ഒരു നിർബന്ധമില്ല. എന്നെ വിളിച്ചാ എന്തു പണിയും ഞാൻ ചെയ്യും. ഏതായാലും നിന്റെ സ്പീഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് വന്നങ്ങ് പറഞ്ഞു, ഉടനെ മരം കാണാൻ വിളിച്ചോണ്ട് വന്നു. നീ ഈ പണിക്ക് ബെറ്ററാട്ടോ. താങ്ക് യു ചേട്ടാ. അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടിവെക്കുന്നതും അവിടുന്ന് കാണുന്നു. ജോബ് 34 അധ്യായം 21 വാക്യം. ആൻഡോ, ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ക്ലെമന്റ് ചേട്ടൻ. ഇതാണ് കൃഷ്ണൻകുട്ടി. ആ മരുന്നേ അവിടെയാണേ, നമുക്ക് അങ്ങോട്ട് പോകാം. വായേട്ടാ. അതെ, ഇളം മഞ്ഞ കലർന്ന വെള്ള നിറത്തിലെത്തുമ്പോഴാണ് ആഞ്ഞിലി മൂപ്പത്തി എന്ന് പറയുന്നത്. സംഗതി കല്ലന ആഞ്ഞിലിയാണ്. അതിപ്പോ മൂപ്പത്തിട്ടുണ്ടല്ലേ? പിന്നെ പണിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പേര് പോലെ തന്നെ സംഗതി സൂപ്പർ കല്ലന. എന്തോരം ആഞ്ഞിലിച്ചൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വന്ന് നിന്നേക്കണത് ആണല്ലേ? അല്ല, നിങ്ങൾക്കിത് എന്തിനാണ്? ഫർണിച്ചർ പണിയാൻ. അല്ല, അല്ലേ? ഇത് കട്ട്ലയ്ക്കും കബേഡിനും മറ്റും ഉപയോഗിക്കാൻ വേണ്ടിട്ടാ. അതെ അതെ. പിന്നെ ഡോറ് പണിയാനാണെങ്കിൽ ഉണ്ടല്ലോ, പോളിഷന് കഴിഞ്ഞാണല്ലോ ആരും ഒന്ന് നോക്കി നിൽക്കും. അപ്പോ രാമൻകുട്ടി അല്ല, കൃഷ്ണൻകുട്ടിയാണ്. ഓ കൃഷ്ണൻകുട്ടി, ഓ സംഗതി എനിക്ക് മരമൊക്കെ ഇഷ്ടപ്പെട്ടു. വിലയിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടെ വേണം. അത് നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓ അപ്പൊ ദേ ഇത് അഡ്വാൻസ് 25 ഉണ്ട്. ഞാൻ വെട്ടാനുള്ള ആളുമായിട്ടേ നാളെ വരും. അപ്പൊ ഫുൾ ക്യാഷ്. ഓ സന്തോഷം. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ ചേട്ടനെ വീട്ടിൽ കൊണ്ടാക്കണ്ടേ? അതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ഞങ്ങൾക്കിത് സംസാരിക്കാനായിട്ട് ഒന്നുമില്ല സംസാരിക്കാനായിട്ട്. എടാ ഈ ഞാൻ ചേട്ടനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. കൃഷ്ണൻകുട്ടി വാ. അയ്യോ സോറി, ചേട്ടൻ വാ. ഒരു കാര്യത്തിലുണ്ട്. പോയിട്ടെന്താ? എടാ അത് ഇന്നലെ സെയിലായിന്ന്. ആ സാമുവലിന്റെ അപ്പൻ ക്ലെമന്റ് അത് വാങ്ങിയെന്ന്. അപ്പോ ക്ലെമന്റ് ചേട്ടൻ നീ പറഞ്ഞ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് നിന്നാണ് ആഞ്ഞിലി മരം വാങ്ങിയത്? അപ്പൊ ആഞ്ഞിലി വേണ്ട നീ പറഞ്ഞ ആള് ഈ ക്ലെമന്റ് ആയിരുന്നോ? എങ്കിൽ പിന്നെ ആ കാര്യം നിനക്കോട് നേരത്തെ പറയാമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ ഒന്ന് ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഡീൽ ചെയ്യില്ലായിരുന്നോ? നിന്നോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. വീട്ടിലാണെങ്കിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ എങ്ങോട്ടോ പോയെന്ന് അവർക്ക് അറിയാനും പാടില്ല. നിന്റെ ഫോൺ റിപ്പയർ ആയതാ പ്രശ്നമായത്. ഏയ് അതൊന്നുമല്ല. അല്ല, ആരാ കച്ചവടം നടത്തിയെന്ന് പറഞ്ഞത്? അത് പിന്നെ കൃഷ്ണൻകുട്ടിയെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു. വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണൻകുട്ടി മരം മുറിക്കിൻ്റെ തിരക്കിലായിരുന്നു അവിടെ. എടാ സംഗതി സെയിലായി. ഇപ്പം താ മരം മുറിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അതിനിടയിൽ ഈ ക്ലെമന്റിയേട്ടൻ വണ്ടിക്ക് വന്ന് ആ വീടിൻ്റെ പുറകിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ദാ ഈ ചേട്ടനെ വാങ്ങിയെന്ന് അപ്പം കൃഷ്ണൻകുട്ടി എന്നോട് പറഞ്ഞു. നീ ചായ കുടിക്കുന്നുണ്ടോ? ഏയ് എനിക്കൊന്നും വേണ്ട. എങ്കിൽ വാ.
ഛേ, എന്നാലും ഈ ക്ലെമന്റ് ഏട്ടന് ആഞ്ഞിലി മരം വേണമെന്നുള്ള കാര്യം ആർക്കും അങ്ങനെ അറിയാൻ പാടില്ലാത്തതാണ്. നീ എന്നോട് പറഞ്ഞതുപോലെ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവോ അത്? ഛേ, ഇങ്ങനെ ചതി ചെയ്യാൻ സാധ്യതയുള്ളവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, മനസാക്ഷിയുള്ളവരാരും ഇത് ചെയ്യില്ല. നമ്മുടെ അടുത്ത് നിന്ന് കേട്ടിട്ട് നേരിട്ട് ചെന്ന് ഡീൽ നടത്താൻ. ഞാനാണെങ്കിൽ ആകെ പറഞ്ഞത് നിന്റെ വീട്ടിലേക്ക് വരുന്ന വഴി ആ കൽപ്പണിക്കാരൻ ആൻ്റോട് മാത്രമാണ്. അതും നിന്നെ കണ്ടോന്ന് ചോദിച്ച കൂട്ടത്തിൽ. അല്ല, അപ്പം അവനെന്തു പറഞ്ഞു? ഇന്നലെ കണ്ടില്ല, കഴിഞ്ഞ ആഴ്ച എപ്പോഴാ അവൻ കണ്ടേന്ന്. എങ്കിൽ ഇനി ഒന്നും നോക്കണ്ട. ബെസ്റ്റായിട്ട് നമ്മൾ ഒതുക്കിയിട്ട് കാര്യം നടത്തിയത് അവനാ. ചേടാ, അവനോ? ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. സങ്കീർത്തനങ്ങൾ 37 അധ്യായം 1 വാക്യം. അതേന്ന് ഇന്നലെ രാവിലെയും കൂടി ഞാൻ അവനെ കണ്ടതല്ലേ. എനിക്ക് അങ്കമാലിക്ക് പോകാൻ വേണ്ടി ആ ജംഗ്ഷൻ വരെ എന്നെ 2 വീലറിൽ കൊണ്ടുവിട്ടത് അവനല്ലേ. എന്ന് കരുതി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവൻ എന്ത് കാണിക്കാനടാ? നമ്മുടെയൊക്കെ ഈ ജോലിക്ക് നല്ല ക്ഷമയും ബുദ്ധിയും വേണമെന്ന് ഞാൻ കളിയാക്കൂടി ചെയ്തത് അവനെ. ഇനി വേറൊന്നും ആലോചിക്കാനില്ല. ഇതവൻ പറ്റിച്ച പണി തന്നെ. ചേടാ, ചതിയാ. ഈശ്വര, അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെട്ടിയ മരം അവന്റെ മേത്ത് വീഴേണ്ടതായിരുന്നു. ഛേ, എന്തു വർത്താനോടെ പറഞ്ഞു. എടാ, അത്രയ്ക്ക് അന്വേഷിച്ച് ബുദ്ധിമുട്ടി കണ്ടെത്തിയതാ ഈ കൃഷ്ണൻകുട്ടിയെ. നമ്മളെ അവൻ ഇതുമായിട്ടൊക്കെ ബന്ധമില്ലല്ലോ എന്നും ബുദ്ധിയില്ലല്ലോ എന്നൊക്കെ കരുതി ക്ലെമന്റ് ഏട്ടന്റെയും കൃഷ്ണൻകുട്ടിയുടെയൊക്കെ കാര്യം അവനോട് പറഞ്ഞു. പക്ഷേ നമ്മള് മരത്തെ കണ്ടതിനപ്പുറത്തെ അവൻ മാനത്ത് കണ്ട്. അതുവഴി പോയപ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരിക. ആൻറ്റോൻ്റെ അടുത്തുനിന്നേ. ആൻറ്റോ ആശുപത്രിയില്ല. ആൻറ്റോ ഞങ്ങളോട് എല്ലാം പറഞ്ഞു. അല്ല, ഈ മരം വെട്ടുകാർ വെട്ടൂലേ? ഇയാൾക്ക് വല്ല കാര്യമുണ്ട് ഈ കയറ് വലിച്ചേട്ടാനും അത് പിടിച്ച് താഴത്തേക്ക് വലിക്കാനും? അതുകൊണ്ടെല്ലാം മരം ദേഹത്ത് വന്ന് വീണത്. എന്നിട്ടിപ്പോൾ എന്തായി? നിങ്ങളെ പറ്റിച്ച് കിട്ടിയ കമ്മീഷൻ മുഴുവനും ആശുപത്രി കൊടുക്കേണ്ടി വന്നില്ലേ? ഏയ്, അതുകൊണ്ടൊന്നും തീരുന്നോന്നല്ല. അങ്ങനെയൊന്നും പറയരുത്. ആൻറ്റോ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളെ ഒന്ന് കാണണമെന്ന്. കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങൾ ആശുപത്രിയിൽ പോയി അവനെ കാണണം. എന്നാ പിന്നെ ഞങ്ങൾ ചെല്ലട്ടെ. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സത്യം. ജോബ് 34 അധ്യായം 11-12 വാക്യങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.